കൊടുങ്ങല്ലൂരിൽ വി.ആർ. സുനിൽകുമാറിന്റെ തോൽവിയിൽ ഞെട്ടി LDF. കഴിഞ്ഞ തവണ സുനിൽകുമാർ നേടിയ 1.25 ലക്ഷത്തോളം വോട്ടുകൾ അട്ടിമറിച്ച് 8000 വോട്ടിന് മേൽ നേടിയാണ് OJ ജനീഷിന്റെ വിജയം. NDA വോട്ട് കുറഞ്ഞതും LDF പ്രതീക്ഷകളെ തകിടം മറിച്ചു. ഏതു വലിയ തരംഗം ആഞ്ഞടിച്ചാലും കൊടുങ്ങല്ലൂരും കയ്പമംഗലവും കുലുങ്ങില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു LDFന്. കയ്പമംഗലം ഒന്നാടിയുലഞ്ഞു. കൊടുങ്ങല്ലൂർ പക്ഷേ കടപുഴകി വീണു. കൊടുങ്ങല്ലൂർ നഗരസഭ കൂടാതെ വെള്ളാങ്ങല്ലൂർ, പുത്തൻചിറ, മാള, പൊയ്യ, കുഴൂർ, അന്നമനട എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലം LDFന്റെ ശക്തി കേന്ദ്രമായിരുന്നു എന്ന അവകാശവാദമാണ് ഇതോടെ അലിഞ്ഞില്ലാതായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി.ആർ. സുനിൽകുമാർ മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാളും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 1.25 ലക്ഷത്തോളം വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. BJPക്ക് 29,000-ഓളം വോട്ടുകൾ ലഭിച്ചിരുന്നു. 2020യുടെ സ്ഥാനാർത്ഥി വന്നതോടെ ഇത്തവണ ലഭിച്ചതാകട്ടെ 22,000-ഓളം വോട്ടുകൾ. 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം അട്ടിമറിച്ചാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. LDF വോട്ടുകൾ UDF പാളയത്തിലെത്തിയതാണ് UDF സ്ഥാനാർത്ഥി OJ ജനീഷിന് വിജയമൊരുക്കിയതെന്നാണ് LDF വിലയിരുത്തൽ. എന്നാൽ സുനിൽകുമാറിന്റെ പ്രവർത്തന പരാജയം തുറന്നു സമ്മതിക്കാൻ LDF തയ്യാറല്ല. വരും ദിവസങ്ങളിൽ LDFൽ സുനിൽകുമാറിന്റെ തോൽവി ചർച്ചയാകുമെന്നാണ് സൂചന. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ കൊടുങ്ങല്ലൂരിലെ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിരുന്നു. മാള, വെള്ളാങ്ങല്ലൂർ, പുത്തൻചിറ പഞ്ചായത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ജനീഷിന്റെ ഭൂരിപക്ഷം 5000-നോടടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭ എണ്ണിക്കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥി വി.ആർ. സുനിൽകുമാർ 720-ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. പിന്നീട് എണ്ണിയ പൊയ്യ, അന്നമനട, കുഴൂർ പഞ്ചായത്തുകൾ OJ ജനീഷിനൊപ്പം നിന്നതോടെ ജനീഷിന്റെ വിജയം 8000-ൽ പരം വോട്ടുകൾക്ക് വഴിമാറി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ LDFന് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടാത്തതാണ് വി.ആർ. സുനിൽകുമാറിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. മീഡിയ ടൈം, മാള.